ഒന്നുമില്ല ഇങ്ങോട്ട് വന്നെ. ഞാൻ പോയപ്പോ തന്നെ കണ്ടു, അതുകൊണ്ട് അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടതാ? ഇന്ന് പ്രത്യേക ഒരു ഇഷ്ടം അതെനിക്ക് അറിഞ്ഞില്ല. എന്താണ് സംഭവം? പറ. സംഭവം ഒന്നുമില്ല, ഇല്ല, ചുമ്മാ തന്നെ കാണാൻ വേണ്ടി വന്നു. എന്തോ ഉണ്ട്, പറയട്ടെ. എന്തോന്നാണ്? സത്യമായിട്ടൊന്നുമില്ല. ഒന്നും ഇല്ലാതെ ഇങ്ങനെ വന്ന് അടുക്കളയിൽ വന്നിരുന്ന് എന്നെ നോക്കിക്കൊണ്ടിരിക്കും. ദോഷമാണെങ്കിൽ ഞാൻ ചൂടാ. അയ്യോ, എന്തിന്? നീ ചുമ്മാ എപ്പോഴും ഇവിടെ ദോശ ചെയ്യാത്ത മറിയണത്. നിന്റെ അടുക്കള പറയണം മതി. ഞാൻ ദോശ ഇടും. ശരിക്ക് ചേട്ടൻ അറിഞ്ഞു? അതായില്ല. ഇന്നിപ്പോ ഇത്രയൊക്കെ അറിഞ്ഞു. പിങ്കി കൊടുക്കല്ലേ നമുക്ക്? ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ വളരെ സ്നേഹത്തോടാണ് ഇവിടെ വന്നത്. പക്ഷെ എന്റെ സ്നേഹം ഒറ്റയടിക്ക് അടപ്പിച്ചളയില്ല. പിങ്കി കുങ്കി എന്നെല്ലാം പറഞ്ഞു. ചുമ്മാ ചേട്ടാ, നമ്മളിങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും കൃത്യ പെണ്ണ് പ്രത്യക്ഷപ്പെടും, കേട്ടോണ്ട് വരും, പിന്നെ മോഹം കുറിപ്പിച്ചോണ്ട് വരും. ഞാൻ അപ്പോഴേ പറഞ്ഞു ചേട്ടൻ അറിഞ്ഞുകൂടാ ഇങ്ങോട്ട് എന്നെ പഠിപ്പിച്ച. പക്ഷെ ഇനിയിപ്പോ ഇത് എന്തോ നീ ഇത് കളയാനേ പറ്റും. അത് ഉപ്പുമാണെന്ന് പറഞ്ഞാൽ അവള് തിന്നോളൂ, അതിലിട്ട് കൊടുത്താൽ. ഒരു കാര്യം ചെയ്ത് എന്തു ചേട്ടാ കാണിക്കണേ? എന്തോ ഞാൻ കാണിച്ച് ചുമ്മാ ആ പെണ്ണ് കുട്ടിച്ചാത്തനാണത്. അതുകൊണ്ട് തോന്നുന്നു കുട്ടിച്ചാത്തിന് ഉമ്മയെ കിട്ടുന്നുണ്ട്. ചേട്ടാ അവള് മുട്ട വിഷയക്കാരിയാണ്. അവൾക്ക് ഇത് കണ്ട അപ്പ ഭ്രാന്തൊടി. എനിക്കറിയൂടാ, ആ പെണ്ണങ്ങനെ ഒരു വട്ടുണ്ട്. സത്യം. ലവ് ബേർഡ്സിനെല്ലാം വാങ്ങിച്ച കൂട് പറഞ്ഞോളൂ, ഒന്നിനെ പറത്തി വിടുമല്ലോ. ആ സ്വഭാവം ഞാൻ പറഞ്ഞില്ലേ. ഇവിടെ ഒന്നും ചേരത്തൊന്നുമില്ല. ഇങ്ങനെ ഞാൻ വെറുതെ എന്തിനാ വന്നത്? ഞാൻ ചുമ്മാ. നിനക്കൊന്നും തോന്നുന്നു? എനിക്കൊന്നും തോന്നല്ല. ഞാൻ ഈ മുഖം വെച്ച കണ്ടിട്ട് നിനക്കൊന്നും മനസ്സിലായില്ല? നല്ല സുന്ദരമായ ഇറങ്ങി പോടി. ഫുഡൊന്നും ആയില്ല. പിന്നല്ല, ഞാൻ എന്റെ ഭാര്യയോട് നീ എന്തിനു പറഞ്ഞു? നിന്റെ നീ എത്ര വർഷം പറഞ്ഞു അങ്ങനെ വന്നിക്കില്ലെന്ന്? നിങ്ങൾ എന്തോന്ന് ഇങ്ങനെയൊക്കെ പറയണേ? നീ വന്ന സമയം കണ്ട ദോശ കിണ്ടി പറഞ്ഞു ഇതിപ്പോ കൊത്തു ദോശ എങ്ങനെ കിണ്ടി പറയാതെ കാണ്ടാമൃഗത്തിന്റെ തൊലിയാണ് വന്ന് കയറിയപ്പോഴേ എനിക്ക് മനസ്സിലായി. പോടി വന്ന് ഞാൻ കണ്ട് നിങ്ങൾക്ക് നാണമില്ലേ? നിനക്ക് നാണമില്ലേ? അത് അങ്ങോട്ടല്ലേ ചോദിക്കേണ്ടത്? എന്തിന്? പ്രായപൂർത്തിയായ ഒരു കൊച്ചുള്ള ഉള്ള വീടാണെന്ന് അറിയാമോ? അതുകൊണ്ട് എവിടെ കേട്ടത്? എവിടെ പ്രായപൂർത്തിയായത്? നിനക്കറിയാമോ നിനക്ക് പ്രായപൂർത്തിയായെന്ന്? അപ്പൊ നീ പിന്നെ എന്തിനാ ഇവിടെ കെട്ടിക്കൊണ്ടിരിക്കുന്നത്? പൊക്കിക്കൂടി. ഒരു ഭാര്യയും ഭർത്താവ് സ്നേഹിച്ചോണ്ടിരിക്കുന്നു. നിനക്ക് എടാ നീ ശരിക്കും ഇപ്പൊ എന്തിനാണ് ഇവിടെ വന്നത്? ഫുഡ് കഴിക്കാൻ. ഫുഡ് കഴിക്കാനാണോ അതോ നമ്മളെന്തോ സംസാരിക്കണം നൊളിഞ്ഞു കേൾക്കാനാണ്? പിന്നെ നിങ്ങൾ സംസാരിക്കുന്ന നേരത്തെ ഞാൻ ഗണിച്ചറിഞ്ഞു. എടി സാധാരണ നീ ഡൈനിങ് ടേബിളല്ലേ ഇരിക്കുള്ളൂ. നീ ഇവിടെ വരെ ഒന്ന് അന്വേഷിച്ചു. നീ അടുക്കളയിലോട്ട് കാല് കുത്തുന്നതേ കുറവാണല്ലോ. അത് സാധാരണയല്ലേ, ഇന്ന് ഞാൻ ഇച്ചിരി അസാധാരണമായിട്ട് ചെയ്യാൻ. അതെനിക്ക് തോന്നി. നമ്മളെപ്പോ ഒരുമിച്ച് സംസാരിച്ചാലും നീ അസാധാരണമായിട്ട് മാറും. അത് ഞാൻ പറഞ്ഞതുള്ളൂ ഇപ്പൊ ചേട്ടൻ്റെ അടുത്ത്. പങ്കൂട്ടാ നീ വേണ്ട ചക്കര മക്കൾ അവിടെ നോക്കിയോ? അങ്കിളും അപ്പച്ചിയുടെ സംസാരിക്കാൻ കണ്ട കണ്ടല്ലേ? പിന്നെ എന്തിനാണ് നീ സ്വർഗത്തിലെ കട്ടുറുമൽ പോലെ ഇവിടെ പൊടിത്തു നിൽക്കണത്? ശബാമേ, നിനക്ക് പോയി തൊലഞ്ഞുകൂടി. ഓ, ഇതൊരു തറ പരിപാടിയല്ലേ നീ കാണിക്കണത്? എന്റെ ചേട്ടൻ വല്ലപ്പോഴേ സത്യം പറയുള്ളൂ. എടി ഇനിയെങ്കിലും ഒന്ന് ഇറങ്ങി പോടി. ഒന്ന് കുന്തമേ, നീ ഒന്ന് പോ. ചേട്ടാ അവൾക്ക് അല്ലെങ്കിൽ നമ്മളെ സ്നേഹിച്ചിരിക്കുമ്പോൾ അവള് പിടിക്കൂല കേട്ടോ. അവൾക്ക് എങ്ങനെയെങ്കിലും അത് തൊലയ്ക്കണം. ഞങ്ങളെ സ്നേഹം എവിടെ വരെ പോകുന്നത് നമുക്ക് കാണാല്ലേ? എടി 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 ബ്രാഹ്മണ നീ? അപ്പൊ ഞാൻ ബ്രാഹ്മണൊന്നുമായി. ശരി, ഞാൻ പോണം. നീ ഒന്ന് പോടി. ഒന്ന് പോവെന്നെ. നീ പോ. നീ വരല്. കേരളത്തിൽ ലഹരി മാഫിയ പിടിമുറുക്കുന്നു. പത്രം തുറന്ന പീഡനവും മയക്കുമരുന്നും തന്നെ. ഈ പോലീസുകാരന്മാരൊക്കെ എവിടെ ചെന്ന് കിടക്കണത്? പോലീസ് സ്റ്റേഷനിൽ കയറി പോലീസിനെ മർദ്ദിച്ചു. ഒയ്യോ, ഈ കണക്കിന് പോയ നാട് നന്നാകും. എന്താടി എന്തേ? ഞാൻ ഈ വീട്ടിലൊരു അധിക പറ്റാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്ത് കാര്യം പറ. എന്ത്? ഞാൻ അടുക്കളോട്ട് ചെന്നപ്പോ എന്നെ ഓട്ടിച്ചു വിട്ട്. ആര്? വേറെ ആര്? ഇവിടുത്തെ പ്രണയ ജോഡികൾ. ആര്? ചിന്നൂരാമുവാ? ഓ എന്റെ അപ്പു, അവരുടെ വിചാരം ഇവിടെ ആർക്കും കണ്ണും ചെവിയൊന്നും ഇല്ലെന്നാണ്. എടി അവര് സന്തോഷമായിട്ട് കാര്യം നിനക്കെന്തര്?
അവര് സന്തോഷായിട്ട് കഴിഞ്ഞോട്ടെ, ആ. അതല്ലല്ലോ ഇപ്പോഴത്തെ വിഷയം. പിന്നെ അപ്പോ രാവിലെ എനിക്ക് വിശന്നു. ആ. അപ്പൊ ഭക്ഷണം ഒന്നും ആയില്ലേന്ന് അറിയാൻ വേണ്ടി ഞാൻ ഒന്ന് അടുക്കളയിലോട്ട് ചെന്നു. ആ. അപ്പൊ നോക്കിയപ്പോ അവിടെ പതിവില്ലാതെ റാമങ്കൾ നിക്കണം. ഉം. അപ്പൊ പതിവില്ലാതെ ഒരാൾ അവിടെ നിക്കുമ്പോ നമ്മൾ ചോദിക്കൂലേ എന്താ കാര്യം എന്ന്. ഓ ഓ ഓ അങ്ങനെ ഞാൻ ചോദിച്ചു. ആ. അപ്പൊ ഒരു റാമങ്കൾ എന്റെ നേരെ അങ്ങ് ചാടിക്കടിച്ചു. നീ എന്തിനും ഇപ്പം ഇങ്ങോട്ട് കയറി വന്നത്? നീ ഞങ്ങളുടെ സ്വർഗത്തിലെ കട്ടുറുമ്പായിട്ട് എന്തിനും എപ്പോഴും ഞങ്ങളുടെ ഇടയിൽ പറഞ്ഞേ? നിനക്ക് പോയിരുന്നു പഠിച്ചുകൂടെ? അങ്ങനെയൊക്കെ. എടീ, നീ എപ്പോഴും അവിടെ കയറി ചെല്ലുന്നോണ്ടല്ലേ അപ്പൊ ഈ രീതി സംസാരിച്ചത്. നീ അങ്ങോട്ട് പോയിരുന്നാ മതിയല്ലേ? ഇപ്പൊ ഞാനായി കുറ്റക്കാരിയല്ലേ? അല്ല, നമുക്ക് കാണാം അവരെ ഈ സ്നേഹം എത്ര വരെ പോകുമെന്ന്. ചിന്നമ്മ അടികള്ളിച്ചെല്ലമ്മ തിരുവള്ളിക്കാവിൽ ഗജവീരന്മാരായിരം. സെറ്റ് അല്ലേ? നീ മെനക്കെട്ടിരിക്കുന്നല്ല കണ്ട, ഇതാണ് സ്നേഹിച്ചാലുള്ള ഗുണം. കണ്ട സെറ്റായിട്ട് പറഞ്ഞു. അതല്ലെങ്കിലും ഞാൻ സെറ്റായിട്ട് എപ്പോഴും തരാറുള്ളേ. അല്ലെങ്കിൽ നീ സെറ്റായിട്ട് തരാറുള്ളൂ. എടുക്കാത്തത് പ്ലേറ്റ് എടുക്കാത്തത്? ഏത് പ്ലേറ്റ്? ആ പ്ലേറ്റ് നീ എടുത്തതാ? വേണ്ട ഞാൻ എടുത്തോളാം. വലിയ പ്ലേറ്റ് എടുക്കാത്തത് അതാണ് ചേട്ടൻ. എനിക്കിത് അതെ. മക്കളെ ആ കഴിച്ചു തുടങ്ങിയാ? കഴിച്ചു തുടങ്ങില്ല, നേരത്തേക്ക് വന്നു ഞാൻ. ചൂട് ദോശ മുട്ടക്കറി സെറ്റ്. എന്ത് പറയുന്നു? പ്ലേറ്റ് പ്ലേറ്റ്. അച്ഛൻ കഴിച്ചേ. എടി നീ ആ കാസറോളെങ്കിലും ഒന്ന് തുറക്ക പിങ്കി. ഒരു പണി എടുക്കൂലെന്ന് പറഞ്ഞ. തുറന്നാ മതിയോ? ആ ശരി. മതി മതി മതി. താങ്ക് യു. വെക്കട്ടെ മാമ. കണ്ടടി അന്തസ്സുള്ള പിള്ളേരുണ്ടാക്കിയണ്ട. മക്കളെ അച്ഛാ കഴിയച്ചാ, ഒരെണ്ണം വാങ്ങിച്ച് കഴി. നല്ല ടേസ്റ്റ് ആണ്. ആ കഴിക്കുന്നതിന് മുമ്പ് എനിക്ക് എങ്ങനെ അറിയാം ടേസ്റ്റാണ്? ഓ, അത് രണ്ടുപേരും കൂടെ ചേർന്നല്ലേ ഉണ്ടാക്കി, അതുകൊണ്ടായിരിക്കും. ഓ അതുകൊണ്ട് തന്നെ ഇവളെന്തിനാ അച്ഛൻ ചുമ്മാ തന്നെ ചൊറിയുന്നത്? രാവിലെ തൊട്ട് പറയണം ചൊറിയാണ്. അത് നീ കഴി. അങ്ങോട്ട് വാങ്ങിച്ചു. കറി കഴിക്കുന്നില്ലേ? നീ കഴിക്കുന്നില്ലേ? നിങ്ങൾ കഴിക്കുന്നുണ്ട്, ഞാൻ കഴിക്കും. എടി പിന്നെ ഇങ്ങോട്ട് തരാം. അങ്ങോട്ട് ആ പാത്രം നീക്ക്. മക്കളെ എണി എന്താ എണി ഇങ്ങോട്ട് എണി. ഇങ്ങോട്ട് അടുത്തിട്ട് എന്താ കാര്യം പറയാ? ഇങ്ങോട്ട് അടുത്തിട്ട് എണി. സിഗരറ്റ് ഇല്ല ഇങ്ങോട്ട് ചിന്ന വരി. ഇങ്ങോട്ട് മാറി അവിടെ ഇരുന്നു. അവിടെ ഇരി. നീ അപ്പുറത്തല്ല പോയി പോ. നോക്കപ്പോ തിന്നോണ്ടിരുന്ന എന്നെ പിടിച്ചു മാറ്റണ. സാരമില്ല മക്കളെ, അപ്പുറത്തിരുന്നാലും കാറ്റല്ലേ നിനക്ക്? അവിടെ ഇങ്ങനെ കാറ്റാ പോയി. പ്ലേറ്റ് ഇനി നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ തരാം. ഫ്ലൈറ്റ് ഒന്നും ഇല്ല. ഞാൻ എടുക്കായിരുന്നല്ല. വേണ്ട വേണ്ട, ഞാൻ എടുത്ത് തരും. ഞാൻ എടുത്ത് തരും. എനിക്ക് മുട്ട വേണ്ട. മുട്ട വേണ്ടേ? അല്ല കഴി. ഇല്ല മുട്ട വേണ്ട. അല്ല വേണ്ട. അവിടെ പോയി കൊടുക്കാം. നീ എടുത്തു. കാണിക്കണ ഓരോ പ്രകടനം ഒന്നും കാണാനാണ് നമുക്ക് വയ്യാത്തേ. എടി നിനക്ക് എന്താ ദഹിക്കാത്തത്? ഇതൊക്കെ എന്താണ് നിന്റെ പ്രശ്നം? എനിക്കൊരു പ്രശ്നമില്ല. എന്താ ചേട്ടാ? എന്താടാ? ആ കല്ല്. ചെറിയ കല്ലി എന്നല്ലേ? അത് സാരമില്ല കള. അത് തന്നെ ചെറിയ അങ്ങോട്ട്. പല്ല് വേനെടുത്താ? ഇല്ല, നാക്ക് വേനെടുത്ത്. നിന്റെ അടുത്ത് ചോദിച്ചാ എനിക്കും പറയാം. എന്താ ചേട്ടാ ഇത്? ആളെ പാമ്പ ചേട്ടൻ കുഴപ്പമില്ലല്ലോ. കല്ല് തന്നെയല്ലേ ഇടയ്ക്കിടയ്ക്ക് വരും. ഓ എന്താടാ? ഇത് വലിയ കല്ല്. അതെന്താ ഒരു കല്ലല്ലേ? കല്ലല്ലേ എന്നാ? എന്റെ പല്ല് ഇപ്പൊ പൊട്ടിപ്പോയനല്ല. നോക്ക് മാണ കല്ല് കിടത്ത് മുന്നാത്. ചേട്ടൻ പറഞ്ഞിട്ടൊന്നും ഞാൻ കല്ലെടുത്ത് മാവിന്റെ അകത്ത് ഇട്ടെന്ന്. അല്ല നീ കല്ലിട്ടല്ല, നീ ഇതിന് കല്ല് പണിക്ക് പോയിട്ട് അവിടെ പറഞ്ഞത്. എന്താ ചേട്ടാ ഇങ്ങനെ ചൂടാവണത്? പിന്നെ ചൂടാവല്ല, പിന്നെ 2-3 കല്ല് കിട്ടാനൊന്നും ഇപ്പോ വേണ്ട. തറയപ്പോ പൊട്ടിയേനെ. കല്ല് കമ്പി മറ്റുള്ള കഷ്ണമൊക്കെ കിടക്കണത് ദോശക്കകത്ത് ഉണ്ടാക്കണത്. അയ്യോ ചേട്ടാ വലിയ ആരോഗ്യമല്ലേ? ചേട്ടാ അവൻ കടിച്ചു പൊട്ടിക്കാത്തത്. എനിക്ക് ആരോഗ്യം ദൈവം തന്നിരിക്കുന്നത് കല്ല് കടിച്ച് തിന്നാനല്ല. നിനക്ക് അതായിരിക്കും ഇഷ്ടം. നീ കുറച്ച് കടിച്ച് തിന്നാത്തത്. പിന്നെ എനിക്ക് ദൈവം കൈ തന്നേക്കണം മാവിന്റെ അകത്ത് കല്ലിടാനായിരിക്കും. മാവിനകത്ത് കല്ല് നീട്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? ശ്രദ്ധിക്കണമെന്നല്ലേ പറഞ്ഞോളൂ. അയ്യോ ചേട്ടന് വേറെ വഴിയൊന്നുമില്ല. ചേട്ടൻ വന്ന് പറയുന്നത് മാവിന്റെ അകത്ത് കല്ലുണ്ടാന്ന്. ഞാൻ രാവിലെ വന്നിരുന്നു മാവിനകത്ത് ഇങ്ങനെ കല്ല് കാപ്പ. നീ എവിടെ ഉണ്ടാക്കണം മാവ്?
മാമ എന്തൊന്ന് മാമ ഇതൊക്കെ ഒരു കല്ലല്ലേ ഒരു സമാധാനപ്പെട്. ഒരു കല്ല 2 കല്ല് ഉണ്ടായില്ലേ? എനിക്ക് വേണ്ട ഉണ്ടാക്കിയത്. അയ്യോ, എനിക്ക് വയ്യ. കാണിക്കല്ലേ വെറുതെ കാണിച്ചല്ലേ തന്നിട്ട് അതാ കഴിക്കണ്ട. അല്ലെങ്കിൽ ഞാൻ ഈ കല്ലും മണ്ണും മറ്റേ പുല്ലും ഒക്കെ ഇട്ടാ ഞാൻ കഴിക്കാൻ പോണോ? എനിക്ക് പിന്നെ പ്രാന്തൽ. ഇതൊരു കഷ്ടമാണത്. മാമ എന്തോന്ന് മാമ പറയണ കേട്ടതൊന്നും ഞാൻ കല്ലും മണ്ണൊക്കെ ഇതിനകത്ത് ഇട്ടേക്കണെന്ന്. എന്ത് ചെയ്യാൻ? കരയാൻ വാങ്ങിക്കണ മാവല്ലേ, ചിലപ്പോ അങ്ങനെ കാണും. ആ ദാമ്പത്യ ജീവിതത്തിൽ കല്ല് കടിച്ചു. വരട്ട പിങ്കി എന്നാട്ടാ നീ. എനിക്ക് അപ്പോഴേ അറിയാലേ ഇവള് കണ്ണിളക്കി ഇട്ടപ്പോഴേ നമ്മുടെ ദാമ്പത്യ ജീവിതം കൊളാവുന്നു. സമാധാനായ നിനക്ക്? അയ്യോ, ഡേയ്, ഭാര്യയും ഭർത്താവും കൂടെ രാവിലെ കല്യാണം ഉണ്ടാക്കി. അല്ല, ഡേയ്, നിനക്ക് എന്ത് ഇതൊക്കെയാണ്? എനിക്ക് ഇവര് തമ്മിൽ അടികൂടുന്ന കാണാൻ ഭയങ്കര താല്പര്യമാണ് അല്ലേ? നല്ല താല്പര്യമുണ്ട്. എന്നാച്ചു പോണ അപ്പൊ സൂക്ഷിച്ചില്ല, പല്ലില്ലാത്തയാണ്. ആ ഏതിലായിരിക്കും കല്ല്? അല്ലെങ്കിൽ തന്നെ എന്തോന്നു ഒരു കല്ലല്ലേ കിട്ടിയത്, ബോംബൊന്നും അല്ലല്ലോ. സത്യം പറഞ്ഞ ഒന്നും ഉണ്ടാക്കല്ലേ വീട്ടിൽ. മോളെ, ഡേയ്, എന്ത് മാമ? അതങ്ങ് വിട്ടേള മക്കളെ. ഏത് രാവിലത്തെ പ്രശ്നം അതെങ്ങനെ ശരിയാവും മാമ? ഞാൻ ഇത്രയും കിടന്ന് കഷ്ടപ്പെട്ട് ഓരോന്ന് ഉണ്ടാക്കൊണ്ട് അവിടെ ഒന്ന് വെക്കുമ്പോഴത്തേക്ക് ഒരു കല്ല് കിട്ടിയതിന്റെ പേരിൽ ഇത്രയും ചൂടായ എനിക്കത് വിഷമായി. എന്റെ പൊന്നു മക്കളെ നോക്ക്, അവന് വിശന്നാ കണ്ണു കണ്ടുകൂടാ. പോത്തിന്റെ സ്വഭാവമാണ്. പിന്നെ ആര് എന്ത് പറഞ്ഞ യാത് പറഞ്ഞ ഒന്നും അവൻ അറിഞ്ഞൂടാ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ മാമ, ഈ ദേഷ്യം വിശപ്പൊക്കെ ചേട്ടന് മാത്രമേ ഉള്ള? അല്ല, എല്ലാവർക്കും ഉണ്ട്. പിന്നെ എന്തോന്നു മാമ, അത് ബോംബൊന്നുമല്ലല്ലോ, ഒരു കല്ലല്ലേ? എന്റെ പൊന്നു മക്കളെ, നിനക്കറിയാലോ അവന്റെ സ്വഭാവം. നമ്മ രണ്ടൊരു മുഖത്തോട് നോക്കിയാൽ കീരിയും പാമ്പുമാണ്. അത് എനിക്ക് മോളത്തല്ലേ ബന്ധു പറയാൻ പറ്റുള്ളൂ. രാവിലെ വല്ലതും കഴിച്ചില്ലല്ലേ? ഇല്ല. ഒരു കാര്യം ചെയ്യ്, രണ്ടുപേരും കൂടെ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാൻ നോക്കി. നമ്മൾ രണ്ടുപേരും കൂടെ ആ, നന്നായിരിക്കും. അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ അതിനടുത്ത് വെച്ച് കഴിക്കി. ശരി ശരി, ഞാൻ പോട്ടാ. ഓ ഇനി പ്രയാസപ്പെട്ടൊന്നും ഇവിടെ ഇരിക്കുകയും ചെയ്യല്ലേ. ഇല്ല ഇല്ല, ഞാൻ പോയി സംസാരിക്കാം. അപ്പൊ മക്കളെ ഞാൻ പോട്ടല്ലേ? ആ, ഇനിയിപ്പോ ഞാൻ ഒന്നോണൊന്നും ഉണ്ടാക്കാൻ ഇത് എപ്പായി വരാനാണ്? ഫ്രിഡ്ജിൽ ആപ്പിളുണ്ടാ? ഓ ഭാഗ്യം. ദേഷ്യമാണോ? ആണ്. ഇല്ല, ദേഷ്യമില്ല. ഓ, ഞാൻ ചിരിക്കൊരു പവറില്ലല്ലോ. ഇങ്ങോട്ട് നോക്ക്. സോറി, ഞാൻ ശ്രദ്ധിക്കാം. നീയൊന്നല്ലല്ലോ എന്നത് കല്ലുകൊണ്ട് ഇട്ടത്. എങ്കിലും ഞാൻ ശ്രദ്ധിക്കാം. തൊട്ട് ഞാൻ അത്രയും പറയണ്ടെന്ന് ആലോചിച്ച് ഞാൻ ഇങ്ങനെ ഇരുന്നത്. അത് പോട്ടെ. പല്ല് വേനെടുത്തോണ്ടായിരിക്കും ചിലപ്പോ ദേഷ്യം വന്നു അല്ലേ? രാവിലെ ഒന്നും കഴിച്ചില്ലല്ലോ. ഫസ്റ്റ് ഫുഡ് ബ്രെയിനുള്ള ഫുഡാണ്. ഇത് കഴിക്കൂ. ഞാൻ കഴിക്കാനോ? നീ ബ്രെയിൻ എന്റെ എന്തോന്ന് കഴിച്ചു? ഒന്നും കഴിച്ചില്ല. അപ്പൊ നീ ആദ്യം കഴി. വാങ്ങൂ. രാവിലത്തെ കോട്ടത്തിന് ഞാൻ ഉച്ചക്ക് നികത്തുന്നതായിരിക്കും. എന്ത് പറയുന്നു? മനസ്സിലായില്ലേ? എന്നാ അതാണ് സസ്പെൻസ്. കണ്ടോ, ഉച്ചക്ക് ഒരു കിടിലായിട്ട് റെഡിയാവണം. സസ്പെൻസ്. അപ്പച്ചി, അപ്പച്ചി നല്ല മണം. വൃത്തിയായിട്ടോളെ. എന്തിനങ്ങനെ പറഞ്ഞ? എന്തിനങ്ങനെ പറഞ്ഞ? ആ മണം ആയോണ്ട്. ആഹാരം ഉണ്ടാക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ ഒന്നും പറഞ്ഞോണ്ടെന്ന് പറഞ്ഞൂടാ പിങ്കി. എന്നിട്ടാണ് അത് കൊളം. എന്തിനിങ്ങനാക്കും? എന്തോന്ന്? നീ നോക്കണ്ട, നീ പോ. എന്തോ അപ്പച്ചി, നീ കണ്ണു വെച്ചൊന്നും നിനക്ക് മതിയായില്ലേ? വിശക്കണ്. വിശക്കണമെങ്കിൽ ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാം. നിന്റെ കരിങ്ങൾ ഇവിടെ ഇളക്കി ഇടാതെ പോ. കണ്ടോ എന്തോ. ഇതായിരുന്നു സ്പെഷ്യൽ. കഴിച്ചു നോക്കിയിട്ട് പറ എങ്ങനെ ഉണ്ടെന്ന്. അയ്യോ, മീൻകറി ആയിരുന്നാ? എന്ത് വേണ്ടേ? ഞാൻ വിചാരിച്ചു ചിക്കൻ കറിന്ന്. ആന്നാ നീ കഴിക്കണ്ട. നിനക്ക് മീൻ കറിയത് ചിക്കൻ കറിയത് തിരിച്ചറിയാടി. ഇങ്ങട് ഇങ്ങട്.
അല്ല വേണ്ട, നിനക്ക് ചിക്കൻ കറി അല്ലേ വേണ്ടത്? അല്ല മീൻകറി ഇത് കൊടുക്കണ്ട. സമാനപ്പെടി പോവാ. അങ്ങനെ കൈ കിട്ടി കഴിഞ്ഞപ്പോ കിട്ടൂല. മാമന് കൊടുക്കണ്ടേ അപ്പൊ? അവള് തിന്നിട്ട് ഇത്ര മതി, പിന്നെ എടുക്കാം. ഓ കൊടുത്തല്ലോ ഭാഗ്യം. ഞാൻ കൊടുക്കും. അങ്ങനെ ഉണ്ട് ചേട്ടാ? അടിപൊളി. കൊള്ളാമോ പിങ്കി? എങ്ങനെ ഉണ്ട്? എങ്ങനെയുണ്ട് മാമ? കൊള്ളാം. ഇതൊന്നും എടുക്കണില്ല ആരും. ഇതൊന്നും എടുക്കണില്ല. അത് ചിലപ്പോ ഇങ്ങനെ പറന്നു വന്ന് വീണായിരിക്കും ചേട്ടാ. അത് കളഞ്ഞേക്കാം, കുഴപ്പമില്ല. ബാക്കി കഴി. പറന്നു പരിന്താ? എന്തോന്നും ചേട്ടാ, മുടി ലൈറ്റ് വെയിറ്റ് അല്ലേ, ചിലപ്പോ കാറ്റടിച്ചപ്പോ ഒന്ന് പറന്നു വന്ന് വീണായിരിക്കും. അതെടുത്ത് കളഞ്ഞല്ല, ബാക്കി കഴി. നിനക്ക് എത്ര നിസ്സാരോ? ചേട്ടാ ചേട്ടാ അത് അറിഞ്ഞോണ്ട് ഞാൻ മുടി ഇടുന്നല്ലോ, അത് പറന്നു വന്ന് വീണെന്നല്ലേ ഞാൻ പറഞ്ഞത്. ഈ വിശന്ന് രാവിലെ പോലെ ആഹാരം കഴിക്കാതിരിക്കണം അറിയാമോ? ഞാനും അങ്ങനെ തന്നെയല്ലോ. നീ അങ്ങനെയാണെങ്കിൽ നീ നിന്റെ മുടി എടുത്തിട്ട് ഇതിന് എനിക്ക് കാണാൻ എന്തിന്? ചേട്ടാ ഇത് എന്തൊരു കഷ്ടം ഇത്. മകളെ കഴിക്കണം, പോട്ടെ കഴി. അവള് മനഃപൂർവ്വം ചെയ്ത അച്ഛൻ കഴിക്കൂ, കഴിയടാന്ന് പറഞ്ഞാ കഴിക്കോ? എടുത്ത് കളഞ്ഞിട്ട് കഴിക്കല്ല പൊന്തിയെ. അവരൊക്കെ കഴിക്കുക തന്നെയല്ലേ. അപ്പൊ അവരൊക്കെ കൊണ്ടുകൊടു. കുറെ മുടിയും കുറെ ഞാൻ മര്യാദക്ക് സംസാരിക്കുകയാണ്. ഇതുപോലെ ഓരോ സാധനം എനിക്ക് തരാണെങ്കിൽ എന്റെ ഗുണം മാറും കേട്ടോ. ഒരു മനുഷ്യനെ ഒരു ശകലം വൃത്തി വേണം, ശകലം. എനിക്കങ്ങനെ ഫോട്ടോ വയ്ക്കാൻ പറ്റില്ല. രാവിലെ കല്ല്, ഉച്ചക്ക് മറ്റേ മുടി, പിന്നെ രാത്രിയാകുമ്പോ ഇനി വിഷം ഒരുക്കി തരണം. വേണ്ട, എന്താ പറയുക, ഞാൻ ഇതിനോട്ട് ഒന്നും തരണില്ല. ഞാൻ തരണമൊന്നും ചേട്ടൻ കഴിക്കണ്ട. ഇങ്ങനെയാണെങ്കിൽ തരണ്ട, അതായിരിക്കും തരാതിരിക്കണ നല്ലത്. മുടി മറ്റേ പായല് മതി. ഇനി കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട. പോ എപ്പോഴും ഒരു കിലോ കേട്ടല്ല. ഞാൻ എല്ലാവരും അടിച്ച് പൊട്ടിച്ചാൽ ദൂരെ കളഞ്ഞ്. ഭ്രാന്താ മാമ അത്. എന്തൊരു ദേഷ്യമാണ് മാമ അത്. എന്തൊരു പറയാൻ. അപ്പച്ചി മീൻകറി സൂപ്പർ ആയിട്ടുണ്ട്. കൊള്ളാടി. മനുഷ്യ ഇവിടെ എരിഞ്ഞ് നിൽക്കുമ്പോഴാണ് നിന്റെ ഒടുക്കത്തെ കോംപ്ലിമെന്റ്സ്. നീ ആ അടുക്കളക്കകത്ത് കയറി വന്ന് കണ്ണളക്കി ഇട്ടപ്പോഴേ എനിക്കറിയാം നീ ഇത് ഇങ്ങനെയൊക്കെ തന്നെ ആവുന്നു. രാവിലെ നീ വന്ന് കണ്ണ് വെച്ച് നമ്മൾ തമ്മിൽ അടിയായി, പിന്നെയും നീ വന്ന് കണ്ണ് വെച്ച് ഇപ്പൊ ഇങ്ങനെ. എന്തൊരു ജന്മടി പിങ്കി നീ. അതിന് മീൻകറി കൊള്ളായില്ലല്ലോ. പോടി. ഇതിന് കാരണക്കാരി നീയാണ്. നീ തന്നെ ഈ പ്രശ്നം സോൾവ് ചെയ്യണം. അങ്കിൾ എന്തോന്നൊക്കെ അങ്ങളെ പറഞ്ഞേ? അപ്പച്ചിക്ക് നല്ല വിഷമായി കേട്ടാ. പിന്നെ ചോറിനകത്ത് മുടിയെല്ലാം കൂടെ വാരിയിട്ടാ പിന്നെ വിഷമായ. എന്നാലും അങ്കിൾ ഇങ്ങനെയൊന്നും പറയണ്ടേ? അങ്ങനെയൊന്നും പറയാൻ ഞാൻ വിചാരിച്ചില്ലടി. പിന്നെ പറഞ്ഞു, എനിക്ക് ദേഷ്യം വന്നു. ചിലരുടെ ദേഷ്യപ്പെട്ടു, അത് കൊള്ളാതെ തന്നെ ചെറുതായിട്ട്. യോ നീ വലുതായി ദേഷ്യപ്പെട്ട എന്തോ ആയിരിക്കും. കൂടിപ്പോയില്ലേ? ആ നിന്റെ ഇപ്പൊ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ചോദിക്കുമ്പോ ഐഡിയ ഞാൻ ആര്? എന്നാ എന്റെ ഐഡിയ ഉണ്ട്. എന്തോന്ന് അങ്കിളെ? ശേ പറഞ്ഞില്ലല്ലോ. അപ്പച്ചി അപ്പച്ചി പോട്ട്. അങ്ങനെ അല്ലടി. അപ്പച്ചി ഇങ്ങനെ ഇരിക്കണ ഒരു സുഖമില്ല. പക്ഷെ അപ്പച്ചി ചുമ്മാ ഇരി പിങ്കി. കുഴപ്പമില്ല, ഞാൻ പിന്നെ ശരിയായിക്കോളൂ. ചിന്നുവായി വേണ്ട, വിട്. ഇല്ല ഇല്ല വേണ്ട, എന്റെ അടുത്ത് മിണ്ടണ്ട കേട്ടോ. ഞാൻ സോറി പറയാം. വേണ്ട, പറയണ്ട. ഞാൻ വൃത്തിയില്ലാത്തവളാണല്ലോ. ചേട്ടാ എങ്ങനെ ചേട്ടാ ഇങ്ങനെയൊക്കെ ചേട്ടൻ സംസാരിക്കാൻ തോന്നി എന്റെ അടുത്ത്? രാവിലെ പറഞ്ഞത് പോട്ട്, ഉച്ചയ്ക്ക് പറഞ്ഞ എല്ലാം എനിക്ക് നല്ല ഫീൽ ചെയ്തു കേട്ടോ. ചേട്ടാ അതിൽ നിന്നൊരു മുടിയല്ലേ ചേട്ടന് കിട്ടിയുള്ളൂ.
അതിന് എത്രയൊക്കെ ചേട്ടൻ പറഞ്ഞു ചേട്ടൻ. ഞാൻ എത്ര മണിക്കൂർ കഷ്ടപ്പെട്ടാണ് അത് ഉണ്ടാക്കിയെന്ന് അറിയാമോ ചേട്ടൻ? അതെനിക്ക് മനസ്സിലായി. എന്തോന്നും നല്ല മനസ്സിലായി. കറിയായിരുന്നു. അപ്പം മുടി കിട്ടിയുണ്ടല്ലോ എനിക്ക് സന്തോഷം. കൊള്ളാം ചേട്ടൻ. സോറി എന്ന്. എനിക്ക് നല്ല വിഷമമായി. ഞാൻ ചേട്ടൻ അടുത്ത് ഇങ്ങനെ ഒന്നും അടി ഉണ്ടാക്കാറില്ലല്ലോ. പൊതുവെ എനിക്കാണ് വഴക്കാളിന്ന് പേര് വരും. ഇപ്പൊ മിണ്ടൂല്ലേ? ഇപ്പൊ മിണ്ടിക്കൊണ്ടിരിക്കുകയല്ലേ. അങ്ങനെയല്ല, സ്നേഹത്തോടെ മിണ്ടൂല്ലേ? അതെനിക്ക് ചെറിയ വിഷമമുണ്ട്. ഞാൻ വിഷമം മാറ്റാൻ ഞാൻ ഇങ്ങനെ അതൊക്കെ ഉണ്ട്. അച്ഛ ഓർഡറി അതുണ്ടോ തോന്നുന്നു. വിളിച്ചാണ്. അപ്പോ എന്തോന്ന് ഫ്ലൈറ്റ് അത് മനസ്സിലായി. ഇരി. എന്തോന്നത്? അയ്യോ, സാധാരണ നിന്റെ മുതലല്ലേ എക്സ്പ്രഷൻ വരേണ്ടത്. എന്താ ഇവളിങ്ങനെ സാത്വിക ഭാവം അടിച്ചിരിക്കണം? ചുമ്മാ ഇരിക്കാന്ന് വിചാരിച്ചു. ഈ ഐഡിയ കൊള്ളാം ചേട്ടാ. എന്തോ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ആ. ഒരേ ടൈം. ഞാനുണ്ടോ അച്ഛാ? കൊള്ളാം കൊള്ളാം മക്കളെ. ഇപ്പൊ പിണക്കം മാറിയാ? ആ, എന്നാ പിണക്കം മാറിയതിന്റെ സന്തോഷത്തിൽ എനിക്ക് തന്നെ